വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോ ഹബ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 19-23-5 ഫെബ്രുവരി 2019 കേരള സെറ്റ് സുവോളജി ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ വീഡിയോയിൽ 60ഓളം ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. പേരൊക്കെ തന്നിട്ടുണ്ട്: ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്യൂട്ടിൻ, ഡിപ്ലോട്ടിൻ. അപ്പോൾ നമുക്ക് നോക്കാം. ലെപ്റ്റോട്ടിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൊക്കറ്റ് ഫോർമേഷൻ. ഇപ്പോൾ ബൊക്കറ്റ് ഫോർമേഷൻ വരുന്നത് ലെപ്റ്റോട്ടിൻ ആണ്. സൈഗോട്ടിനോ? സിനാപ്റ്റോണമൽ കോംപ്ലെക്സ്. സൈഗോട്ടിൻ എന്ന് പറയുന്നത് എന്താണ്? സിനാപ്റ്റോണമൽ കോംപ്ലെക്സ്. പാക്യൂട്ടിൻ എന്ന് പറയുമ്പോൾ എന്താണ്? പാക്യൂട്ടിൻ ആണ് കയാസ്മേറ്റ. അപ്പോൾ കയാസ്മേറ്റ എന്ന് പറയുന്നത് പാക്യൂട്ടിൻ. ഡിപ്ലോട്ടിൻ ആണെങ്കിലോ ടെട്രാഡ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. ലെപ്റ്റോട്ടിൻ എന്ന് പറയുന്നത് ബൊക്കറ്റ് ഫോർമേഷൻ, സൈഗോട്ടിൻ എന്ന് പറയുന്നത് സിനാപ്റ്റോണമൽ കോംപ്ലെക്സ്, പാക്യൂട്ടിൻ ആണ് എന്ത്? പാക്യൂട്ടിൻ ആണ് കയാസ്മേറ്റ, ആൻഡ് ഡിപ്ലോട്ടിൻ ആണ് ടെട്രാഡ്. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് അമോങ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ജെനറ്റിക് ഡിസോർഡർ? ജെനറ്റിക് ഡിസോർഡർ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, ഗ്ലിയോബ്ലാസ്റ്റോമ. ഗ്ലിയോബ്ലാസ്റ്റോമ എന്ന് പറയുന്നത് ഒരു ജെനറ്റിക് ഡിസോർഡർ അല്ല. അടുത്തത്: കറക്റ്റ് സീക്വൻസ് ഇൻവോൾവ് ഇൻ ദ ഫ്ലോ ഓഫ് ജെനറ്റിക് ഇൻഫോർമേഷൻ. എങ്ങനെയാണ്? ആദ്യം റെപ്ലിക്കേഷൻ, പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ, ദെൻ ട്രാൻസ്ലേഷൻ. സോ ഓപ്ഷൻ സി. അടുത്തത്: എ ഫ്യൂ സ്റ്റേറ്റ്മെന്റ് ആർ ഗിവൺ ബിലോ വിത്ത് റെസ്പെക്ട് ടു ട്രാൻസ്പോസോൺസ്. ട്രാൻസ്പോസോൺസ് എന്ന് പറയുന്നത് ജമ്പിങ് ജീൻസ് ആണ്. വിച്ച് ഔട്ട് ദ വൺ വിച്ച് ഈസ് ഫാൾസ്. ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഇറ്റ് ക്യാൻ ബൂസ്റ്റ് അപ്പ് ദ എക്സ്പ്രഷൻ ഓഫ് ദ ഇൻവേർട്ടഡ് ജീൻ ഓർ ടേൺ ഓഫ് ദി എക്സ്പ്രഷൻ ഓഫ് എ നൈബറിംഗ് ജീൻ വൺസ് ഇറ്റ് ഹാസ് ഇൻസേർട്ടഡ് ഇറ്റ് സെൽഫ് ഇൻ എ ജീൻ. അത് ഫാൾസ് ആണ്. അടുത്തത്: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഏതാണ്? ഓപ്ഷൻ ഡി, സെർവൈക്കൽ, ബ്രസ്റ്റ് ആൻഡ് സ്കിൻ ക്യാൻസേഴ്സ് ആർ കാർസിനോമാസ് ആൻഡ് കാർസിനോമാസ് ഇൻക്ലൂഡ് അബൌട്ട് 85% ഓഫ് ഹ്യൂമൻ ക്യാൻസേഴ്സ്. അത് കറക്റ്റാണ്. ഇപ്പോൾ സെർവൈക്കൽ, ബ്രസ്റ്റ് ആൻഡ് സ്കിൻ ക്യാൻസേഴ്സ് എന്ന് പറയുന്നതൊക്കെ കാർസിനോമാസ് ആണ്. കാർസിനോമ ഇൻക്ലൂഡ് അബൌട്ട് 85% ഓഫ് ഹ്യൂമൻ ക്യാൻസേഴ്സ്. സാറ്റലൈറ്റ് DNA കൺസിസ്റ്റ് ഓഫ് സീക്വൻസ് വിത്ത് ലെങ്ത്. സാറ്റലൈറ്റ് DNA എന്ന് പറയുമ്പോൾ അതിലുള്ള സീക്വൻസ് എങ്ങനെയാണ്? എത്ര ലെങ്ത് ആണ്? ഓപ്ഷൻ ഡി, 5 to 100 ബേസ് പെയർ. അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. എ ക്രോസ് മെയ്ഡ് വിത്ത് എ റെസസീവ് പാരന്റൽ ടൈപ്പ്. എ ക്രോസ് മെയ്ഡ് വിത്ത് എനി ഓഫ് ദ റെസസീവ് ഓർ പാരന്റൽ ടൈപ്പ്. If the dominant factor cannot completely suppress the recessive but the expression become intermediate between the two. If both the dominant and recessive character express themselves in the offspring. ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത്: എ ക്രോസ് മെയ്ഡ് വിത്ത് റെസസീവ് പാരന്റൽ ടൈപ്പ്. റെസസീവ് പാരന്റൽ ടൈപ്പ് ആയിട്ട് ക്രോസ് മെയ്ഡ് ചെയ്യുന്നത് ഏതിലാണ്? ടെസ്റ്റ് ക്രോസിന്റെ കേസിലാണ്. ഇനി എ ക്രോസ് മെയ്ഡ് വിത്ത് എനി ഓഫ് ദ റെസസീവ്, ഏതെങ്കിലും റെസസീവ് ഓർ പാരന്റൽ ടൈപ്പ്, അതേതാണ്? ബാക്ക് ക്രോസ് എന്ന് പറയുന്നത്. അടുത്തത്: ഇഫ് ദ ഡോമിനന്റ് ഫാക്ടർ കനോട്ട് കംപ്ലീറ്റ് സപ്രസ് ദ റെസസീവ് ബട്ട് എക്സ്പ്രഷൻ ബിക്കം ഇന്റർമീഡിയറ്റ്, അതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. അടുത്തത്: ഇഫ് ബോത്ത് ദ ഡോമിനന്റ് ആൻഡ് റെസസീവ് ക്യാരക്ടർ എക്സ്പ്രസ് ദംസെൽഫ് ഇൻ ദ ഓഫ്സ്പ്രിംഗ്. രണ്ടും എക്സ്പ്രസ് ചെയ്യുന്നതാണ് കോഡോമിനൻസ്. കംപ്ലീറ്റ് ആവാതെ ഒരെണ്ണം എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ. അടുത്തത്: ടെർമിനേറ്റർ കോഡോൺ ഓൺ ദ mRNA ഡ്യൂറിങ് പ്രോട്ടീൻ സിന്തസിസ്. ഏതൊക്കെയാണ്? ടെർമിനേറ്റർ കോഡോൺ UAA, UAG, UGA. ഓപ്ഷൻ ഡി. അടുത്തത്: ദ എൻസൈം വിച്ച് കൺവേർട്ട് പൈറുവേറ്റ് ടു ഓസാലോ അസറ്റേറ്റ് ഇൻ ഗ്ലൂക്കോനിയോജനസിസ്. ഏതാണ്? ഓപ്ഷൻ സി, പൈറുവേറ്റ് കാർബോക്സിലേസ്. അടുത്തത്: LH and FSH ആർ കളക്ടീവ്ലി കോൾഡ്. എന്താണ്? ഓപ്ഷൻ ഡി, ഗോണാഡോട്രോപ്പിൻസ്. അടുത്തത്: ഗിസാർഡ് പ്രോവെൻട്രിക്കുലസ് ഇൻ കോക്രോച്ച് ലൈസ് ബിറ്റ്വീൻ. ഗിസാർഡ് ഇൻ കോക്രോച്ച് ലൈസ് ബിറ്റ്വീൻ. ഓപ്ഷൻ ബി, ക്രോപ്പ് ആൻഡ് മീസൻട്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് സൂയിഡ് ഈസ് ജനറലി മോട്ടൈൽ? മോട്ടൈൽ ആയിട്ടുള്ള സൂയിഡ് ഏതാണ്? മെഡുസയാണ്. എന്ത്? ഫ്രീ സ്വിമ്മിങ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ മോട്ടൈൽ ആയിട്ടുള്ളതാണ് മെഡുസ. ഓപ്ഷൻ ബി. അടുത്ത: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? ഏതാണ്? ആർബോറിയൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് വെബ്ഡ് ഫീറ്റ്. അത് തെറ്റാണ്. ഇനി ദ മൂവ്മെന്റ് ഓഫ് മാസ് ഓഫ് സെൽസ് ടുവേർഡ്സ് ഈച്ച് അതർ ആൻഡ് ദർ ഫ്യൂഷൻ ഇൻ ടു വൺ സെൽ മാസ് ഈസ് കോൾഡ്. അതിനെയാണ് കോൺക്രിസൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത്: എക്കോളജിക്കൽ ഈക്വാലന്റ് ആർ ടാക്സോണമിക്കലി ഡിഫറെൻറ്റ് ഓർഗാനിസംസ് വിച്ച് ഒക്യുപ്പൈ. ഓപ്ഷൻ ഡി,
സെയിം ഓർ സിമിലർ എക്കോളജിക്കൽ നിഷ് പെർഫോമിംഗ് സിമിലർ ഫങ്ഷൻ ഇൻ ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ റീജിയൻ. അടുത്തത് വൈറ്റമിൻ വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ബ്ലഡ് ക്ലോട്ടിങ് ഈസ്. ഇത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ബ്ലഡ് ക്ലോട്ടിങ്, ബ്ലഡ് കട്ട കെ എന്ന് ഓർത്താൽ വൈറ്റമിൻ കെ കട്ട. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിങ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. അടുത്തത് വെൻ റിലേറ്റീവ്ലി പാൽപ്പബിൾ ആൻഡ് അൺപ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ഓഫ് ആനിമൽ ഇമിറ്റേറ്റ് ദ റിലേറ്റീവ്ലി അൺപാൽപ്പബിൾ ഓർ വെൽ പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ഇറ്റ് ഈസ് കോൾഡ് ബാറ്റ്സിയൻ മിമിക്രി. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. എന്തൊക്കെ തന്നിട്ടുണ്ട്? അമീബോയിഡ് പ്രോട്ടോസോൺ, സീലേറ്റഡ് പ്രോട്ടോസോൺ, ഫ്ലജലേറ്റഡ് പ്രോട്ടോസോൺ, സ്പോറോസോൺസ്. അമീബോയിഡ് പ്രോട്ടോസോൺസ് ആണ് അമീബ. സീലേറ്റഡ് പ്രോട്ടോസോൺസ് എന്ന് പറയുമ്പോൾ പാരമീസിയം. ഫ്ലജലേറ്റഡ് പ്രോട്ടോസോൺ ആണ് ട്രൈപ്പനോസോമ. ആൻഡ് സ്പോറോസോൺസ് ആണ് പ്ലാസ്മോഡിയം. അടുത്തത് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആർ നെയ്മഡ് സോ ബിക്കോസ്. ഓപ്ഷൻ എ they oxidize various inorganic substances such as nitrite and ammonia and use the released energy for this ATP production. അടുത്തത് ഹൈഡ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ ഫ്രഷ് വാട്ടർ, ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് റേഡിയലി സിമെട്രിക്. അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അനിലേറ്റ്. ഏതാണ്? നീറീസ് എന്ന് പറയുന്നത് ഒരു അനിലേറ്റ് ആണ്. അടുത്തത് റെയറിംഗ് ഓഫ് ഹണീബീനെ വളർത്തുന്നതിനാണ് എപ്പിക്കൾച്ചർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി. അടുത്തത് അനാഡ്രോമസ് ഫിഷസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീയിൽ നിന്ന് ഫ്രഷ് വാട്ടറിലേക്ക് പോകുന്നവരാണ് അനാഡ്രോമസ് ഫിഷസ്. അടുത്തത് കുറച്ച് എപ്പിത്തൽ ടിഷ്യൂസ് വരുന്നുണ്ട്. അതിൻ്റെ ലൊക്കേഷൻ ചോദിച്ചേക്കണത്. സോ നമുക്ക് നോക്കാം ഏതൊക്കെ തന്നിട്ടുണ്ട്. ക്യൂബോയിഡൽ, സീരിയേറ്റഡ്, കൊളുമിനർ, സ്ക്യൂമസ്, കെരാറ്റിനൈസ്ഡ്. അപ്പോൾ ക്യൂബോയിഡൽ എന്ന് പറയുമ്പോൾ എന്താണ്? A5. അപ്പോൾ ക്യൂബോയിഡൽ എന്ന് പറയുമ്പോൾ ലൈനിങ് ഓഫ് പാൻഗ്രാറ്റിക് ഡക്ട് സ്ക്യൂമസ്. ഓക്കെ, അപ്പോൾ ലൈനിങ് ഓഫ് പാൻഗ്രാറ്റിക് ഡക്ട് സ്ക്യൂമസിലാണ് ക്യൂബോയിഡൽ ഉള്ളത്. സീലിയേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? B4 ഇന്നർ ലൈനിങ് ഓഫ് ഫെലോപ്പിയൻ ട്യൂബ്. അപ്പോൾ സീലിയേറ്റഡ് എന്ന് പറയുമ്പോൾ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഇന്നർ ലൈനിങ്ങിൽ. കൊളുമിനർ എന്ന് പറഞ്ഞാൽ എന്താണ്? C3 ഇന്നർ സർഫസ് ഓഫ് ഗാൾ ബ്ലാഡർ. സ്ക്യൂമസ് എന്ന് പറഞ്ഞാലോ D2 ഇന്നർ ലൈനിങ് ഓഫ് ബ്ലഡ് വെസൽസ്. കെരാറ്റിനൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? E1 എപ്പിഡെർമിസ് ഓഫ് ദ സ്കിൻ. കെരാറ്റിൻ എന്ന് പറയുമ്പോൾ തന്നെ സ്കിൻ, അപ്പോൾ സ്കിന്നിൻ്റെ എപ്പിഡെർമിസ് ഇത്. സോ ഓപ്ഷൻ സി. അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബിലോങ് ടു അഗ്രികൾച്ചറൽ ക്രോപ്പ് പെസ്റ്റ് ഏതാണ്? ഓപ്ഷൻ സി ഡിസ്റ്റർക്കസ് സിംഗുലാറ്റസ്. അടുത്തത് ബോംബൈക്കോൾ ബിലോങ് ടു. ബോംബൈക്കോൾ എന്ന് പറയുന്നത് അതൊരു ഓപ്ഷൻ ഡി സെക്സ് ഫെർമൺ. അടുത്തത് എ ടെമ്പറൽ സീരീസ് ഓഫ് ഓർഗാനിസം പോപ്പുലേഷൻ സെൽസ് ഓർ ജീൻ കണക്റ്റഡ് ബൈ എ കണ്ടിന്യൂസ് lines of descent from ancestor to descendant is called option A lineage. അടുത്തത് എ ഡയഗ്രാം ദാറ്റ് റെപ്രസെന്റ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് എമോങ് ഓർഗാനിസം ഈസ് നോൺ ആസ്. അതിനെയാണ് ഫൈലോജനറ്റിക് ട്രീ. ഓപ്ഷൻ എ. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹോമിനിഡ് ഫോസിൽ. ഏതാണ്? ഓപ്ഷൻ ഡി. അടുത്തത് ഹൈപ്പർ സെക്രീഷൻ ഓഫ് അഡ്രിനൽ കോർട്ടെക്സ് കോസസ്. ഓപ്ഷൻ എ ആഡിസൺ ഡിസീസ്. അടുത്തത് ആക്ടിവിറ്റി ഓഫ് ലേഡിക് സെൽ ഈസ് ഗവർൺ ബൈ എ പിറ്റ്യൂട്ടറി ഹോർമോൺ അബ്രിവേറ്റഡ് as. ഓപ്ഷൻ ഡി ICSH. ബാൽട്ടോമർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഏതാണ്? വൈറസ്. ഇത് 3-4 തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് വിത്തിൻ ബയോളജിക്കൽ കമ്മ്യൂണിറ്റി സം സ്പീഷീസ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിറ്റർമൈനിങ് ദ എബിലിറ്റി ഓഫ് എ ലാർജ് നമ്പർ ഓഫ് അതർ സ്പീഷീസ് ടു പെർസിസ്റ്റ് ഇൻ ദ കമ്മ്യൂണിറ്റി. സച്ച് സ്പീഷീസ് ആർ കോൾഡ് കീസ്റ്റോൺ സ്പീഷീസ്. ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ദ എവല്യൂഷണറി തിയറി ലൈക്ക് ആർബോറിയൽ തിയറി, ദ വിഷ്വൽ പ്രിഡേഷൻ തിയറി ആൻഡ് ദ ആൻജിയോസ്പേം കോ എവല്യൂഷൻ തിയറി. ഇതൊക്കെ ദേ ആർ അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ എ പ്രീമേറ്റ് ഒറിജിൻ. അടുത്തത് ദ പീരിയഡ് വിച്ച് മാർക്ക് ദ ഫസ്റ്റ് അപ്പിയറൻസ് ഓഫ് ട്രൈലോബൈറ്റ്. ഏതാണ്? ഓപ്ഷൻ സി കാംബ്രിയൻ. അടുത്തത് വിച്ച് among the following are true about complement system. Which among the following are true about complement system? ഓപ്ഷൻ സി 2, 3 and 4. ഏതൊക്കെയാണ്? ആക്ടിവേഷൻ ഓഫ് ഇൻഫ്ലമേഷൻ, ഓപ്സോണൈസേഷൻ, ഇമ്മ്യൂൺ ക്ലിയറൻസ്. അടുത്തത് ദ ജനറ്റിക് ഡിസോർഡർ സിക്കിൾ സെൽ അനീമിയ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. ഓപ്ഷൻ എ പ്ലിയോട്രോപ്പി. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ജിനോടൈപ്പ് കോസസ് ക്ലെനിഫെൽറ്റർ സിൻഡ്രോം XSY. അടുത്തത് ഡ്യൂറിങ് ദിസ് ഫേസ് ഓഫ് സെൽ സൈക്കിൾ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ സി അനാഫേസിന്റെ സമയത്താണ്. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ദ PCR ഈസ് യൂസ്ഡ് ഇൻ. എന്തിനാണ്? നമുക്ക് കുറേ തന്നിരിക്കുന്ന DNA ലാർജ് ക്വാണ്ടിറ്റി ഒബ്റ്റെയിൻ ചെയ്യാനാണ് PCR ഉപയോഗിക്കുന്നത്. അടുത്തത് വാട്ട് ഈസ് ദ കീ ഡിഫറൻസ് ബിറ്റ്വീൻ മൈറ്റോസിസ് ഇൻ പ്ലാന്റ് സെൽസ് ആൻഡ് മൈറ്റോസിസ് ഇൻ അനിമൽ സെൽസ്? എന്താണ്? ഓപ്ഷൻ ഡി എ സെൽ പ്ലേറ്റ് ഈസ് ഫോംഡ് ഡ്യൂറിങ് മൈറ്റോസിസ് ഇൻ പ്ലാന്റ് സെൽസിന്റെ കേസിലാണെങ്കിൽ ഒരു സെൽ പ്ലേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അടുത്തത് ടെർമിനേഷൻ കോഡോൺ ഈസ് നോട്ട്. ബാക്കി UAA, UGA, UAG എന്ന് പറയുന്നത് ടെർമിനേഷൻ കോഡോൺ ആണ്. AUG എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് കോഡോൺ ആണ്, മെത്തിയോണിൻ ആണ്. AUG സ്റ്റാൻഡ് ഫോർ മെത്തിയോണിൻ.
അടുത്തത് വൂബിൾ ഹൈപ്പോത്തസിസ് വാസ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് ബൈ ആരാണ്? ഓപ്ഷൻ ഡി ക്രിക്ക്. അടുത്തത് വിച്ച് ഇസ് ദ തേർഡ് സ്റ്റെപ്പ് ഇൻ ഇലോങ്ങേഷൻ ഇൻ ബാക്ടീരിയ ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ? ഏതാണ്? ഓപ്ഷൻ സി ട്രാൻസ്ലൊക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ലിങ്ക്ഡ് ജീൻ ഡു നോട്ട് അസോർട്ട് ഇൻഡിപെൻഡൻ്റ്ലി ബിക്കോസ് ദേ ആർ ഓൺ ദ എന്താണ് ലിങ്ക്ഡ് ജീൻസ് പറയുമ്പോൾ അവർ സെയിം ക്രോമസോമിലായിരിക്കുള്ളൂ. അടുത്ത ഇൻ ഡ്രോസോഫില ഐ കളർ ഈസ് സെക്സ് ലിങ്ക്ഡ് ആൻഡ് റെഡ് ഐ കളർ ഈസ് ഡോമിനൻറ്റ് ടു വൈറ്റ് ഐ കളർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് പോസിബിൾ ഇൻ എ ക്രോസ് ബിറ്റ്വീൻ റെഡ് ഐഡ് മെയിൽ ആൻഡ് എ ഹെട്രോസൈഗസ് ഫീമെയിൽ? ഓപ്ഷൻ ഡി ഹോമോസൈഗസ് വൈറ്റ് ഐഡ് ഫീമെയിൽ. അടുത്തത് ഇൻ ഹാംബർഗർ ഫിനോമിനൻ ദ അയൺ എക്സ്ചേഞ്ച് ആർ അറിയാലോ ബൈകാർബണേറ്റ്. RBCയിൽ നിന്ന് ബൈകാർബണേറ്റ് പുറത്തേക്ക് വരും, പ്ലാസ്മയിലേക്ക് വരും, പ്ലാസ്മയിൽ നിന്ന് Cl ഉള്ളിലേക്ക് പോകും. അതാണ് ഹാംബർഗർ ഫിനോമിനൻ. ഇപ്പോൾ ഏതൊക്കെ അയൺസാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ബൈകാർബണേറ്റ്സും ക്ലോറേറ്റും. അടുത്തത് ദ RNA പോളിമറൈസ് കോർ എൻസൈം കൺവേർട്ട് ഇൻ ടു ഹോളോ എൻസൈം ബൈ ജോയിനിങ് വിത്ത് ഓപ്ഷൻ ഡി സിഗ്മ സബ് യൂണിറ്റ്. അടുത്തത് പിക്ക് ദ കറക്റ്റ് പെയർ വിത്ത് റെസ്പെക്ട് ടു പ്രൈമേഴ്സ് യൂസ്ഡ് ഇൻ DNA റെപ്ലിക്കേഷൻ? ഏതാണ്? ഓപ്ഷൻ ബി RNA പ്രൈമർ ഫോർ ബോത്ത് പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. അടുത്തത് the dideoxy sequencing method of DNA is also known as Sanger enzymatic sequencing. ഓപ്ഷൻ ബി. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഷൈൻഡ് ആൽഗ്രനോ സീക്വൻസീസെ അതൊരു റൈബോസോം ബൈൻഡിങ് സൈറ്റ് ആണ്. ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹിസ്റ്റോൺ ബൈൻഡ് ടു ലിങ്കർ DNA? ഏതാണ്? H1 ആണ് ലിങ്കർ DNA ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എ പ്രോബ് ഈസ് യൂസ്ഡ്? ഏതാണ്? ഓപ്ഷൻ ഡി സ്ക്രീനിങ്. അടുത്തത് റെപ്രസർ മോളിക്യൂൾസ് ബൈൻഡ് ടു. റെപ്രസർ ബൈൻഡ് ചെയ്ത് എങ്ങോട്ടാണ്? ഓപ്പറേറ്ററുമായിട്ടാണ്. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺട്രാക്ടൈൽ പ്രോട്ടീൻ ഓഫ് സ്കെലിറ്റൽ മസിൽ ഇൻവോൾവ് ഇൻ ATPase ആക്ടിവിറ്റി? ഏതാണ്? ഓപ്ഷൻ ബി മയോസിൻ. അടുത്തത് ഹൗ ഡു സ്റ്റിറോയിഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ദർ എഫക്റ്റ് ഇൻ സെൽ? ഏതാണ്? ഓപ്ഷൻ ഡി ബൈ ബൈൻഡിങ് ടു ഇൻട്രാസെല്ലുലർ റിസപ്റ്റേഴ്സ് ആൻഡ് പ്രൊമോട്ടിംഗ് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് സ്പെസിഫിക് ജീൻ. അടുത്തത് ചൂസ് ദ കറക്റ്റ് ഓർഡർ ഇൻ ജിയോളജിക്കൽ ടൈം സ്കെയിൽ? ഏതാണ്? പാലിയോസോയിക്, മീസോസോയിക് ആൻഡ് സീനോസോയിക്. സോ ഓപ്ഷൻ സി. അടുത്തത് കൺവേർജൻ എവല്യൂഷൻ റിസൾട്ട് ഇൻ? ഓപ്ഷൻ എ കോമൺ സെറ്റ് ഓഫ് ക്യാരക്ടർ ഇൻ എ ഗ്രൂപ്പ് ഓഫ് ഡിഫറെൻറ്റ് ആൻസ്ട്രി. അടുത്തത് സൈറ്റോക്രോം ബി ആൻഡ് സൈറ്റോക്രോം C1 ഓഫ് മൈറ്റോകോൺഡ്രിയൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ എൻസൈം? ഓപ്ഷൻ സി കോംപ്ലക്സ് 3. അടുത്തത് ദ കൺസെപ്റ്റ് ഓഫ് ലിമിറ്റിംഗ് എഫക്റ്റ് ഓഫ് മാക്സിമം ആൻഡ് മിനിമം ഓഫ് എ ഫാക്ടർ ഓൺ ദ ഗ്രോത്ത് ഓഫ് ഓർഗാനിസം ഈസ് നോൺ as? ഓപ്ഷൻ ഡി ലോ ഓഫ് ടോളറൻസ്. താങ്ക് യു.